ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്നത്തെ പോലെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങി ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ മാമന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് പേരിലേന്ന് ഇറങ്ങിയിട്ട് തിരിച്ചുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പൊ നമ്മളെ പോകുന്ന വഴിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ മഴ കാരണം റോഡ് എന്താ ചെളിയും വെള്ളക്കെട്ടുമായിട്ട് കിടക്കണം കേട്ടോ. നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയാണ് കേട്ടോ പോകുന്നത്. എല്ലായിടത്തും മഴ തുടങ്ങിയുള്ള അവസ്ഥ പിന്നെ ഇതാണല്ലോ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഈ ഏരിയ വാച്ചിക്ക് ഓർമ്മയുണ്ടോ? ഈ ഏരിയ നമ്മുടെ നാഗര ഏരിയയാണ്. നമ്മളെ തൊളിക്കോട് നിന്ന് നമ്മുടെ പാലോടോട്ട് പോകുന്ന ഷോർട്ട് കട്ട് വഴിയാണ്. തൊളിക്കോട് നിന്ന് പാലോട് പോകുന്ന വഴി നാഗര എന്ന് പറയും. നമ്മളിപ്പോ അങ്ങനെ നാഗര നമ്മുടെ ഒരു ക്ഷേത്രത്തിന്റെ നമ്മുടെ ഒരു നാഗര ക്ഷേത്രത്തിന്റെ പേര് എനിക്കറിയത്തില്ല. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കുഞ്ഞു ക്ഷേത്രം. നിത്യവും എന്താ പൂജ നടക്കുന്ന അമ്പലമല്ല കേട്ടോ. അപ്പൊ ഞങ്ങള് വണ്ടി ഈ വഴിയെ കൊണ്ടുവരണ്ടെന്ന് വെച്ച് താഴെ ഒതുക്കിയിട്ട് നടന്നു പോവേണ്ടത്. നമ്മളങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നെന്തായാലും ഞങ്ങള് ഈ ഇവിടെ ഏരിയയിൽ വന്ന നമ്മൾ ഇവരൊക്കെ വീടിന്റെ അടുത്ത് എത്തിയല്ലോ. അപ്പൊ എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും ഒന്ന് പോയി എല്ലാരെയൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ. അവരുടെ ചേച്ചിയും ചേട്ടനും 2 മക്കളുമാണ് കേട്ടോ ഉള്ളത്. വലിയ പിള്ളേരൊക്കെയാണ്. അവരപ്പോ ഇവര് ആരും അവിടെ ഇല്ലായിരുന്നു. എന്താ വീടിന്റെ ഒക്കെ ചെറിയൊരു വീഡിയോ ഞാൻ അവിടെ നിന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ. വീട്ടുകാർ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എന്നെയും ചേട്ടനെയും മീനക്കുട്ടിയും മാത്രമേ ഞങ്ങൾ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ എന്താ പറയാ കഴിച്ചെന്ന് എന്താ പറയാ മരച്ചിനെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലേന്നേ. പിന്നെ ഇവിടെ വന്ന് ചോറും ചക്കയും മീൻകറിയൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാരും കൂടി മുറ്റത്തിരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഇത്തിരി നേരം. എല്ലാ വീട്ടിലും 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ വെച്ചാൽ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞ് എല്ലായിടത്തുനിന്ന് ഇറങ്ങി പോവേണ്ടോ ചെയ്തത്. മീനക്കുട്ടിയും ഇവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം നിന്ന് സംസാരിച്ച ശേഷം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പോവാം കേട്ടോ. ഇനി അടുത്തൊരു യാത്രയുണ്ട്. അടുത്ത വേറൊരു ചേച്ചിയുടെ വീട്ടിൽ പോകണം. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞങ്ങൾ അമ്പലത്തിന്റെ ഒരു ഇതൊക്കെ എടുത്തതാണ് കേട്ടോ. ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടാണ്. നമ്മള് വണ്ടി വന്ന് കയറുന്ന സ്ഥലമാണ്. ഒരു ചുറ്റമ്പലത്തിനകത്ത് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തതാ ഇത് വഴിയായിട്ടാ പോകുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത അതെ തേക്കമ്മൂട് നമ്മളെ പച്ചമല റോഡ് കയറിയിട്ട് അവിടെ നിന്ന് ഷോർട്ട് നേരെ കൂപ്പിലോട്ട് പോയി. കൂപ്പിലോട്ട് പോകുന്ന വഴിക്ക് അതെ കൂപ്പിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു ചേട്ടന്റെ വീട്ടിൽ ഇറക്കാം കേട്ടോ. വണ്ടി നിർത്തിയിട്ട് തൊട്ടടുത്ത് പ്ലാൻ തോട്ടത്തിലേട്ടാ. പ്ലാൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി പിന്നെ ഒരു ചേട്ടന്റെ വീട്ടിലും കൂടെ കയറിയിട്ടാ. ഇത് അളിയന്റെ വീട്ടിന്റെ ഫ്രണ്ടില് ഇട്ടേക്കുന്ന പൂവും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ചെടിയൊക്കെ ഒത്തിരി ഇത് മറ്റേ ഇതാണ് നമ്മളെന്താണ് നമ്മളെ അഗസ്ത്യ മുരിങ്ങ. ചെടിയും ഉണ്ട്. ഇവർക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അധികം നല്ല ജൈവ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ കൃഷി ചെയ്യുന്നതിനോട് ഭയങ്കര ഇതാണ്. അത് കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു പാട്ടത്തിനൊക്കെ സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്നവരാണ് കേട്ടോ. അവനത് അവിടെയും കയറി കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടെ നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് 2-3 പപ്പായൊക്കെ ചേച്ചി തന്നു. അതൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത് ഇനി പോകുന്നതാണ് കേട്ടോ കൂപ്പിലോട്ട് പോകുന്നത്. ഇത് പോകുന്ന വഴിക്ക് കാണുന്നത് അവിടുത്തെ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് പണിയണതിന്റെ ഇതുവരെ മിക്സിങ്ങും കാര്യങ്ങളും മെഷീനും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പുരയിടത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് മീനിന് ഒരു മുട്ടായി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീനൂട്ടിക്ക് മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ഒരു കടയിൽ അച്ഛൻ കയറി. പരിചയത്തിലുള്ള അച്ഛന്റെ കൂടെ പഠിച്ച ഒരു ആളിന്റെ കടയാണ്. അങ്ങനെ അവിടെ കയറി ഒരു പരിചയമൊക്കെ ഒന്ന് പുതുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ അടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊളിക്കോട് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. നമ്മൾ ഇനിയിപ്പോ നേരെ ഇപ്പൊ തിരിച്ച് പിന്നെ നമ്മൾ പച്ചമല റോഡിലോട്ട് തിരിയാറായി. നമ്മളങ്ങനെ നേരെ പച്ചമല റോഡ് ഇതിപ്പോ നമ്മള് തിരിയാറാവുന്നതിന് മുമ്പ് ഒരു പള്ളിയുണ്ട് ഇവിടെ. എന്താ പറഞ്ഞാൽ അച്ഛന്റെ തന്നെ പച്ചമല പള്ളി, തേവമ്പാറ പള്ളി, സ്കൂളും പള്ളിയും എല്ലാം കൂടെ ചേർന്നുള്ളത് പള്ളി. അതെ, ഇത് അച്ഛന്റെ കുടുംബ പള്ളിയായിരുന്നു പണ്ട്. അച്ഛൻ പഠിച്ച സ്കൂളും അച്ഛന്റെ പള്ളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അതും ഒന്നും വീഡിയോ എടുത്തു. നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പെട്ടെന്ന് നേരെ നമ്മള് കൂപ്പ് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് കൂപ്പ് കാൽവരി പള്ളി. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ചേട്ടന്റെ വീട്ടിൽ പോയ സമയത്ത് അച്ഛനും അമ്മയും കൂടെ പോയി അപ്പൂപ്പന്റെ കല്ലറയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൂപ്പന്റെ കല്ലറ ഒരിടത്തും അമ്മച്ചിയുടെ കല്ലറ ഈ കൂപ്പ് പള്ളിയിലാണ് കേട്ടോ കിടക്കുന്നത്. അത് അവരുടെ വസ്തു ആയതുകൊണ്ട് ആദ്യം അവിടെ അപ്പൂപ്പന്റെ കല്ലറ വന്നതാണല്ലേ കേട്ടോ. പിന്നെ അമ്മച്ചി മരിച്ച സമയത്ത് ഇവിടെയാണ് കേട്ടോ കല്ലറ പണിതിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും കൂടി ഇറങ്ങി മെഴുകുതിരി മിൻസിയുടെ കല്യാണം എല്ലാത്തിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പള്ളിയാണ്. എന്നാലും ജസ്റ്റ് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്തു. മീനക്കുട്ടി ഇവിടെ വന്ന് വീണ കേട്ടോ. വീണൊക്കെ എണീറ്റിട്ടാണ് താഴോട്ട് പോയത് കേട്ടോ, ഓടി വന്നത്.
പിന്നെ ഇവിടുത്തെ ചെറിയൊരു പാർക്കിന്റെ ഒരു ഞെരങ്ങുന്ന ഒരു സാധനം ഉണ്ട്. അതിൽ ഓടി ചെന്ന് കുറച്ചു നേരം ഞെരങ്ങി കളിച്ചു. പിന്നെ നമ്മളെല്ലാരും കൂടി മെഴുകുതിരി എത്തിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ പോയ സമയത്ത് അവിടെ എന്താ പറയാ, എല്ലാ കല്ലറകളിലും മെഴുകുതിരിയൊക്കെ അണഞ്ഞിരിക്കുകയായിരുന്നേ. പിന്നെ എല്ലാരും എല്ലാ കല്ലറകളിലും ഇരുന്ന് മെഴുകുതിരിയൊക്കെ എടുത്ത് കത്തിച്ചേട്ടോ. അപ്പൊ അച്ഛൻ പറയുകയും ചെയ്തു പുതുതായിട്ട് അവിടെ 2 കല്ലറ കൂടി വന്നു എന്ന്. അല്ലേ, നമ്മുടെ അമ്മച്ചിയുടെ കല്ലറ. അങ്ങനെ കല്ലറ ഇത് പഴയത് അത് ചേച്ചിയുടേതും മീനു ഇരിക്കുന്നത് അമ്മച്ചിയുടെ കല്ലറയുമാണ്. മീനുവിന്റെ മുത്തശ്ശി. നമ്മളങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് വെപ്രാളപ്പെട്ട് പോവേണ്ടതില്ലല്ലോ, അടുത്തായത് കൊണ്ട് നമുക്ക് സമാധാനത്തിൽ എവിടെ വേണത്തിൽ ഇരിക്കാം കേട്ടോ. താമസിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങ് കാരേറ്റാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് ഓടും. കാരണം 1-1.5 മണിക്കൂർ യാത്ര ഇല്ലേ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരെ താഴോട്ട് നടക്കാണ്. വണ്ടി കൊണ്ടുവന്നില്ല, പള്ളിയിൽ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടക്കുകയാണ്. നടന്നു പോവാന്ന് വെച്ചിട്ട് ഒരു ഇറക്കം കയറ്റമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നടന്നു പോവാന്ന്. അതുപോലെ നടക്കുകയും കൂടെ വേണമല്ലോ, നടത്തേക്കെ വേണം. ഇപ്പൊ നടക്കാറൊക്കെ ഉണ്ടല്ലോ. റോഡ് വൃത്തിയാക്കി, നല്ല റോഡൊക്കെ നല്ല വൃത്തിയായ റോഡായി. മീനൂട്ടിക്ക് എടുക്കണോന്ന് പറഞ്ഞപ്പോ മീനൂട്ടി എടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. താങ്ക് യു.